ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما النصر إلا من عند الله إن الله عزيز حكيم. صدق الله العلي العظيم. ഈ മഹത്തായ വേദിയിലും സദസ്സിലും സന്നിഹിതരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദരണീയരായ സാദാത്യങ്ങളെ, ഉലമാക്കളെ, SYSന്റെയും SKSSFന്റെയും SKICRന്റെയും SKSBVയുടെയും മറ്റ് സമസ്തയുടെ വിഭാഗങ്ങളുടെയും അഭിമന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ആദർശ വിശുദ്ധിയുടെ 90 വർഷമെന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാസമ്മേളനം, അതിന്റെ ആദർശം സെഷനിൽ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഇസ്തിഗാസ എന്ന വിഷയമാണ്. ആദർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ശേഷം മറ്റൊരു വിഷയം കൂടി ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവർത്തകരെ, ഇസ്തിഗാസ എല്ലാവർക്കും അറിയാം, അത് ഒരു അറബ് വാക്കാണ്. അതിന്റെ അർത്ഥം സഹായം തേടുക, സഹായം ആവശ്യപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെയുള്ള ആദർശ സെഷനുകളിലും ആദർശവേദികളിലും സംവാദ സദസ്സുകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഇസ്തിഗാസ കേവലം സഹായത്തേട്ടമല്ല. മഹാന്മാരിൽ നിന്നും അഭൗതിക മാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ മഹത്തുക്കളിൽ നിന്ന് സഹായം തേടുക, ഇതാണ് ആദർശവേദികളിൽ ചർച്ച ചെയ്യാറുള്ള, വിശദീകരിക്കപ്പെടാറുള്ള ഇസ്തിഗാസ. മഹാന്മാരിൽ നിന്ന് അദൃശ്യമാർഗത്തിലൂടെ, അഭൗതിക മാർഗത്തിലൂടെ സഹായം തേടുക, ഇതുമായി നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏറ്റവും പ്രസിദ്ധമായ സമ്മേളനങ്ങളിൽ ഒന്നായിരുന്നല്ലോ 6ാമത് നടന്ന സമ്മേളനം. ആ സമ്മേളനത്തിൽ ധാരാളം പ്രമേയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട 8ാമത് നമ്പർ പ്രമേയം, ആ പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിലപാട് വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. ഇവിടെ ഇസ്തിഗാസ വിരോധികൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, അഭൗതിക മാർഗത്തിലൂടെ, അദൃശ്യ മാർഗത്തിലൂടെ മഹാന്മാരിൽ നിന്ന് സഹായം തേടൽ അത് ശിർക്കാണ്, അത് മതവിരുദ്ധമാണ്, പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തുപോകും. എത്രത്തോളം മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു തവണ വിളിക്കുമ്പോ ഒറ്റത്തവണ വിളിക്കൽ കാരണത്താൽ 4 തവണ കാഫിറായി പോകുമെന്നുവരെ നമ്മുടെ അപ്പുറത്തുള്ളവർ അഥവാ മുജാഹിദ് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഇസ്തിഗാസ നടത്തുന്ന സുന്നികൾ അവർ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാകുന്നു. ഇസ്തിഗാസ നടത്തുന്ന സുന്നികൾ മുശ്രിക്കാണോ എന്ന് സംശയിക്കുന്നവർ മുശ്രിക്കാകുന്നു എന്നുവരെ ഇസ്തിഗാസ വിരോധികളാകുന്ന ആളുകൾ ഇവിടെ എഴുതി. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹത്തായ പ്രമേയം നമ്മോട് പറഞ്ഞു, ഇസ്തിഗാസ അത് ശിർക്കല്ല, അത് മതവിരുദ്ധമല്ല.
മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വ്യക്തമായി എഴുതി, ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ എന്ന് വ്യത്യാസമില്ലാതെ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും അസാധാരണ മാർഗത്തിലൂടെയുള്ള സഹായം മഹാന്മാരിൽ തേടൽ അത് ശിർക്കാകുന്നു. മരിച്ചവരോടുള്ള സഹായത്തേട്ടം മാത്രമല്ല ശിർക്കായിക്കൊണ്ട് ആരോപിക്കപ്പെടുന്ന ഇസ്തിഗാസ. അവർ വ്യക്തമായി എഴുതിയതാ, ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ അഭൗതിക മാർഗത്തിലൂടെ മഹാന്മാരിൽ സഹായം തേടുന്നത് ശിർക്കാകുന്നു എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് അവരുടെ നിലപാട് അവർ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, മുസ്ലിം ലോകത്ത് എന്ന് മുതൽക്കാണ് ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്? ഇസ്തിഗാസ ശിർക്കാണ്, ഇസ്തിഗാസ മതവിരുദ്ധമാണ്, മഹാന്മാരിൽ നിന്ന് അസാധാരണ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം പാടില്ല എന്നുള്ള ഈ ചർച്ച മുസ്ലിം ലോകത്ത് എന്നാ കടന്നു വരുന്നത്? കൃത്യമായി കൊണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹിജ്റ 8-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലോകത്ത് തർക്കങ്ങളുണ്ടായിട്ടില്ല. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലോകത്ത് അത് മതത്തിനകത്തോ പുറത്തോ എന്നൊരു ചർച്ച ഹിജ്റ 8 നൂറ്റാണ്ടുകൾക്കപ്പുറം ഉണ്ടായിട്ടില്ല. ഹിജ്റ 8-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിക്കൊണ്ട് ഈ ചർച്ച വരുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ഹിജ്റ 728 മരണപ്പെട്ട ഇബ്നു തൈമിയ്യ അദ്ദേഹമാണ് മുസ്ലിം ലോകത്ത് ഇസ്തിഗാസ വിരുദ്ധമായി കൊണ്ടുള്ള ഈ നവീന ആശയം ആദ്യമായി കൊണ്ടുവരുന്നത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള വിവിധ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, അതിന്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ഹിജ്റ 8-ാം നൂറ്റാണ്ടിന് ശേഷം പല പുത്തൻ ചിന്താ പ്രസ്ഥാനങ്ങളും മുസ്ലിം ലോകത്ത് വന്നിട്ടുണ്ട്. ഹിജ്റ 8-ാം നൂറ്റാണ്ടിന് ശേഷം പ്രത്യക്ഷപ്പെട്ട പല നവീന പ്രസ്ഥാനങ്ങളും, പല പ്രസ്ഥാനങ്ങളും ആശയപരമായി ആദർശ രൂപീകരണ രംഗത്ത് ഇബ്നു തൈമിയ്യയായിക്കൊണ്ട് ബന്ധമുള്ള, ഇബ്നു തൈമിയ്യയുമായിക്കൊണ്ട് കടമപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്. ഇബ്നു തൈമിയ്യയുമായിക്കൊണ്ട് ആശയപരമായി ബന്ധമുള്ള ഹിജ്റ 8-ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള ഇസ്തിഗാസ വിരോധം നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും പറയുന്നുണ്ട് ഇസ്തിഗാസ പാടില്ല എന്ന്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ബിദ്അത്തിന്റെ കക്ഷികളായിക്കൊണ്ട് പ്രബലമായ 3 വിഭാഗങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന് നദ്വത്തുൽ മുജാഹിദീൻ, സലഫികളെന്നോ വഹാബികളെന്നോ നദ്വത്തുൽ മുജാഹിദീനെന്നോ ഏത് പേരിലാണെങ്കിലും ഒന്ന് ആ വിഭാഗം. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി, മറ്റൊന്ന് തബ്ലീഗ് ജമാഅത്ത്. ഈ 3 പ്രസ്ഥാനങ്ങളും പേരിൽ വ്യത്യസ്തമാണ്. പ്രവർത്തന രീതിയിലും നയങ്ങളിലും വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. പക്ഷേ വിശ്വാസപരമായി ഈ 3 പ്രസ്ഥാനങ്ങളും ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യ മുസ്ലിം ലോകത്ത് ആദ്യമായിക്കൊണ്ട് അവതരിപ്പിച്ച പുത്തൻ ചിന്തകൾ എന്തൊക്കെയുണ്ടോ ആ ചിന്തകളുമായി ടച്ചുള്ള, ബന്ധമുള്ള, വ്യത്യസ്ത രീതികളിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന 3 പ്രസ്ഥാനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ വ്യത്യാസം? ഇസ്തിഗാസ പാടില്ല, അതുപോലെയുള്ള കാര്യങ്ങൾ പാടില്ല, അതൊക്കെ ശിർക്കാണെന്ന് മുജാഹിദുകൾ തീവ്രമായി പറയുമ്പോൾ ജമാഅത്തുകാർ അല്പം കടുപ്പം കുറച്ചുകൊണ്ട് പറയും. തബ്ലീഗ് ജമാഅത്താവട്ടെ സൈലന്റ് ആവുകയും വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ശിർക്കെന്ന് നമ്മെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ വഹാബി പക്ഷത്ത് നിലനിൽക്കുകയും ചെയ്യും. ഇതാണല്ലോ തബ്ലീഗ് ജമാഅത്തിന്റെ സ്വഭാവം. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാര്യം കാണാൻ സാധിക്കും. നമ്മൾ ഇസ്തിഗാസ ശിർക്കല്ല എന്ന് പറയുന്നവരാണ്. മുജാഹിദുകളും ജമാഅത്തുകാരുമാവട്ടെ അത് ശിർക്കാണെന്ന് പറയുന്നവരും അത് സമർത്ഥിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. മൗലിദും അതുപോലെ തന്നെ ജന്മദിനാഘോഷവും തബറുക്കും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ അതൊക്കെ ശിർക്കാണ്, മതവിരുദ്ധമാണെന്ന് ജമാഅത്തുകാരും മുജാഹിദുകളും പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളിലൊന്നും പരസ്യമായി ഇടപെടാതെ പ്രവർത്തന രംഗത്ത് മുജാഹിദുകൾക്കൊപ്പം നിൽക്കുന്ന, വഹാബികൾക്കൊപ്പം നിൽക്കുന്ന ഒരു തരം മൗനം വഹാബിസം, സൈലന്റ് വഹാബിസം, അതാണ് നമുക്ക് തബ്ലീഗ് ജമാഅത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇസ്തിഗാസ പാടില്ല.
മഹാന്മാരിൽ നിന്ന് അദൃശ്യമാർഗത്തിലൂടെ സഹായം തേടൽ ശിർക്കാണ്. ഈ നവീന ആശയം രൂപപ്പെടാനുള്ള സാഹചര്യം എന്താ? എങ്ങനെയാണ് ഈ ചിന്ത കടന്നു വരുന്നത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ അതിമഹത്തായ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, തെറ്റായ ധാരണ, ഇതാണ് ഈ വാദത്തിന്റെ അടിസ്ഥാനം. അദൃശ്യമാർഗത്തിൽ സഹായിക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അഭൗതിക മാർഗത്തിലുള്ള സഹായം അല്ലാഹുവിന്റേത് മാത്രമാണ്. സൃഷ്ടികളുടെ പക്കൽ നിന്ന് സംഭവിക്കുന്നത് ദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായങ്ങളാണ്. അദൃശ്യമാർഗത്തിലൂടെ സഹായിക്കാൻ ഒരു നിലക്കും സൃഷ്ടികൾക്ക് സാധ്യമല്ല. സൃഷ്ടികൾക്ക് സാധിക്കുന്നത് ഭൗതികമായ സാധാരണ മാർഗങ്ങളിലൂടെയുള്ള സഹായങ്ങൾ മാത്രമേ സൃഷ്ടികൾക്ക് സാധിക്കൂ. അദൃശ്യമാർഗത്തിലൂടെയുള്ള, അഭൗതിക മാർഗത്തിലൂടെയുള്ള, അസാധാരണ വഴിയിലൂടെയുള്ള സഹായം അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാകുന്നു എന്ന ഈ തെറ്റായ ധാരണയാണ് ഇസ്തിഗാസ വിരോധത്തിന്റെ അടിസ്ഥാന കാരണം. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? ദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം സൃഷ്ടികളുടേത്, അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം അല്ലാഹുവിന്റേത്. അത് അല്ലാഹുവിന് മാത്രം സാധിക്കുന്നത്. ഇതൊരിക്കലും പരിശുദ്ധ ഖുർആനിന്റെ പിന്തുണയില്ലാത്ത വാദമാണ്. ഇതൊരിക്കലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാത്ത ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷക്കണക്കിന് സഹാബിമാരുടെ മഹത്തായ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഈ നവീനാശയം കാണുക സാധ്യമല്ല. സഹാബിമാരെ അനുഭവിച്ച മഹാന്മാരായ താബിഈങ്ങൾ, ലക്ഷക്കണക്കിന് താബിഈങ്ങൾ, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാംമാർ, മഹാന്മാരായ സൂഫികളും മഹത്തുക്കളും, അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ചരിത്രങ്ങളും പരിശോധിക്കുമ്പോൾ ദൃശ്യമാർഗത്തിലുള്ള സഹായം സൃഷ്ടികളുടേത്, അദൃശ്യമാർഗത്തിലുള്ള സഹായം അല്ലാഹുവിന്റേതെന്ന വേർതിരിവ് ഒരിക്കലും കാണുക സാധ്യമല്ല. നമുക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ ഇറാദത്തുണ്ടാകുമ്പോ, അല്ലാഹുവിന്റെ വേണ്ടതയുണ്ടാകുമ്പോ, അല്ലാഹു കഴിവ് കൊടുക്കുമ്പോ സാധാരണ മനുഷ്യർക്ക് സാധാരണ വഴികളിലൂടെ സഹായിക്കാൻ സാധിക്കും. സാധാരണ വഴിയിലൂടെ മനുഷ്യൻ സഹായിക്കണമെങ്കിൽ, അടിമകൾ സൃഷ്ടികൾ സഹായിക്കണമെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ ഇറാദത്തുണ്ടാവണം. അതാണല്ലോ മുസ്ലിങ്ങളുടെ വിശ്വാസം. അല്ലാഹു കഴിവ് കൊടുക്കണം. അല്ലാഹു കഴിവ് കൊടുക്കുമ്പോഴേ മനുഷ്യർക്ക്, അടിമകൾക്ക്, സൃഷ്ടികൾക്ക് സാധാരണ മാർഗത്തിലൂടെ സഹായിക്കാൻ സാധിക്കൂ. എന്നാൽ ഇതേ രൂപത്തിൽ അല്ലാഹുവിന്റെ ഇറാദത്തും അല്ലാഹുവിന്റെ ഖുദ്റത്തും ഉണ്ടാകുമ്പോ, അല്ലാഹു കഴിവ് കൊടുക്കുമ്പോ തീർച്ചയായും അദൃശ്യ മാർഗത്തിലൂടെ സഹായിക്കാനും മനുഷ്യർക്ക്, അടിമകൾക്ക് സാധിക്കും. ഇങ്ങനെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം ഒരിക്കലും അല്ലാഹു മനുഷ്യർക്ക് നൽകുകയില്ല, സൃഷ്ടികൾക്ക് നൽകുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരായത്തുമില്ല, ഒരു ഹദീസുമില്ല, ഒരു പ്രമാണവുമില്ല. ദൃശ്യമാർഗത്തിലൂടെ സഹായിക്കണമെങ്കിൽ അല്ലാഹു കഴിവ് കൊടുക്കണം. എന്നാൽ അതേ രൂപത്തിൽ അദൃശ്യമാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് സഹായിക്കാൻ സാധിക്കും അല്ലാഹു കഴിവ് കൊടുക്കുമ്പോൾ. അതാണല്ലോ നമ്മളും പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? വയസീദഹും മിൻ ഫദ്ലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. വയസീദഹും മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഫദ്ൽ ധാരാളമായി കൊണ്ട് കൊടുക്കും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവന്റെ അടിമകൾക്ക് ഇത്രേ കൊടുക്കൂ, ഇന്നത് മാത്രമേ നൽകൂ എന്ന ഒരു പരിധിയും ഒരു കണക്കും ആരും പറഞ്ഞിട്ടില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഇഷ്ടം പോലെ കൊടുക്കും. ദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം അതിനുള്ള കഴിവ് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതേ അല്ലാഹു തന്നെ അദൃശ്യമാർഗത്തിലൂടെ, അഭൗതിക മാർഗത്തിലൂടെ, അസാധാരണ വഴികളിലൂടെ സഹായിക്കാനുള്ള കഴിവും അല്ലാഹുവിന്റെ അടിമകൾക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് അത്ര വ്യക്തമാണ്. നബി തങ്ങൾ അല്പം ദീർഘമായ ഹദീസിലായി കൊണ്ട് പറഞ്ഞു, വമാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ, ഒരു അടിമ സുന്നത്തുകളെ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഹത്താ ഉഹിബ്ബ, അങ്ങനെ ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെടും. ഖുദ്സിയ ഹദീസാണ്. അല്ലാഹു തആല പറയുകയാണ്, ഒരു അടിമ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുക്കും. അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യുമ്പോൾ ഹത്താ ഉഹിബ്ബ, ആ അടിമയെ ഞാൻ ഇഷ്ടപ്പെടും. ഫൈദാ ഹബ്ബതുഹു, ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടാലോ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അടിമ കേൾക്കുന്ന ആ കേൾവി ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി,
എന്റെ അടിമ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹുല്ലത്തി യബ്തിശു ബിഹാ, എന്റെ അടിമ പിടിക്കുന്ന പെരുമാറുന്ന കയ്യെ ഞാനാകും. വരിജ്ലഹുല്ലത്തി യംശി ബിഹാ, എന്റെ അടിമ നടക്കുന്ന, എന്റെ അടിമ ഉപയോഗിക്കുന്ന കാല് ഞാനാകും. ഈ ഹദീസിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. മുഹദ്ദിസീങ്ങൾക്കിടയിൽ ഈ ഹദീസ് പ്രമാണയോഗ്യമാണോ അല്ലേ എന്ന അഭിപ്രായ വ്യത്യാസമേ ചർച്ചയേ ഇല്ല. സഹീഹാണ് ഈ ഹദീസ്, പ്രമാണയോഗ്യമാണ് ഈ ഹദീസ്. ഹദീസിന്റെ കിതാബുകളിലെല്ലാം തന്നെ ഈ സംഭവം കാണാം. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക, അള്ളാഹു ഇത്രയേ കൊടുക്കാവൂ, ഇന്നലെ നൽകാവൂ എന്ന ഈ പരിധി പരിശുദ്ധ ഖുർആനോ ഇസ്ലാമിന്റെ മറ്റ് പ്രമാണങ്ങളോ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പരിധി മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇബ്നു തൈമിയ്യ മാത്രമാണ്. ഇബ്നു തൈമിയ്യയുടെ ഈ തെറ്റായ വികലമായ ആശയങ്ങളെ പ്രചരിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ വഹാബികൾ, സലഫികളും അതുപോലെ തന്നെ ജമാഅത്തുകാരും തബ്ലീഗുകാരും അതുപോലെയുള്ള ബിദ്അത്തിന്റെ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല പേരിലും പല രീതിയിലുമാണെന്ന് മാത്രം. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോ അള്ളാഹു പറയുന്നു, എന്റെ അടിമ ഞാനുമായി അടുക്കും. എത്രത്തോളം? സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യുമ്പോൾ അടിമയെ ഞാൻ ഇഷ്ടപ്പെടും. അങ്ങനെ അടിമയെ ഇഷ്ടപ്പെട്ടാലോ കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, എന്റെ അടിമ കേൾക്കുന്ന കേൾവി ഞാനാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടം പോലെ കഴിവ്, ധാരാളം കഴിവ്, പരിധിയില്ലാത്ത കഴിവ് അടിമക്ക് നൽകും, സൃഷ്ടിക്ക് നൽകും. അതുപോലെ തന്നെ അബസറഹുല്ലദീ യുബ്സിറു ബിഹി, എന്റെ അടിമ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശി ബിഹാ, അടിമ ജ്ഞാനങ്ങൾക്ക് വേണ്ടി, വിവരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ബന്ധപ്പെടുത്തുന്ന മാർഗങ്ങൾ, വഴികൾ ഏതൊക്കെയുണ്ടോ അതിലെല്ലാം തന്നെ ധാരാളമായി കൊണ്ട് കഴിവുകൾ ഞാൻ നൽകും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കഴിവുകൾ നൽകുമ്പോ ഇഷ്ടം പോലെ അറിയാനും, ഇഷ്ടം പോലെ പ്രവർത്തിക്കാനും, ഇഷ്ടം പോലെ മനസ്സിലാക്കാനും, ഇഷ്ടം പോലെ സംസാരിക്കാനും സാധിക്കും. അതല്ലാതെ ദൃശ്യമായ മാർഗങ്ങൾ അത് അടിമകളുടേത്, അദൃശ്യ മാർഗങ്ങൾ, അഭൗതിക മാർഗങ്ങൾ അള്ളാഹുവിന്റേത് മാത്രമെന്നൊരു വേർതിരിവ് ഇസ്ലാമിന് അന്യമാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മഹാന്മാരായ സഹാബിമാരോ പ്രത്യേകിച്ച് ഖുലഫാഉർ റാഷിദുകളോ സച്ചരിതരായ മുൻഗാമികളോ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിലില്ല. തീർച്ചയായും ദൃശ്യമാർഗങ്ങളാവട്ടെ അദൃശ്യ വഴികളാവട്ടെ ആ രൂപത്തിൽ അടിമകൾക്ക്, സൃഷ്ടികൾക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോ ആ വിശ്വാസത്തിലൂടെ സുന്നികൾ, മഹാന്മാരെ, ഔലിയാക്കന്മാരെ, പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അപ്പുറത്തുള്ളവരുടെ ആക്ഷേപങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരണക്കുറവ്, അള്ളാഹുവിന്റെ സിഫത്തുകളെക്കുറിച്ചുള്ള ജഹാലത്ത്, അള്ളാഹുവിന്റെ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരമില്ലായ്മ, ആ വിവരമില്ലായ്മയാണ് ഇത്തരം തെറ്റായ വാദങ്ങളുടെ അടിസ്ഥാനം. ദൃശ്യമാർഗത്തിലൂടെ സഹായിക്കാനും അദൃശ്യമാർഗത്തിലൂടെ സഹായിക്കാനും അടിമകൾക്ക്, സൃഷ്ടികൾക്ക് അല്ലാഹു കഴിവ് കൊടുക്കും, അവർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒരിക്കലും ആ വിശ്വാസത്തിലൂടെ മഹാന്മാരെ, പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നുള്ള സംഭവം ഉണ്ടാകുന്നില്ല. നമുക്കറിയാമല്ലോ സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? ദൃശ്യമാർഗത്തിലുള്ള സഹായം, പ്രിയമുള്ളവരെ, തിരുവിഴാംകുന്ന് പാലക്കാട് ജില്ലയിലെ തിരുവിഴാംകുന്ന് അവിടുന്ന് വന്ന അബ്ദുൽ ജലീൽ ഒ എന്ന സഹോദരന്റെ അനുജൻ ഈ സദസ്സിലുണ്ട്. എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടണം. അബ്ദുൽ ജലീലിനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒ അബ്ദുൽ ജലീൽ, തിരുവിഴാംകുന്ന്, പാലക്കാട് ജില്ല. അദ്ദേഹത്തിന്റെ അനുജൻ അടിയന്തരമായി മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടും. പ്രിയപ്പെട്ട സഹോദരന്മാര്, സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിലുള്ള വ്യത്യാസമായി ഒരിക്കലും ഭൗതിക മാർഗത്തിലൂടെ സഹായിക്കാൻ സാധിക്കുക, അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കാൻ സാധിക്കുക എന്ന വ്യത്യാസം പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസം വളരെ ശക്തമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതുമാണ്.
ഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായമാണെങ്കിലും അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായമാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പറയുന്നു വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. എത്ര വ്യക്തമാണ് ഈ കാര്യം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഏത് സഹായമാവട്ടെ ആ സഹായമൊക്കെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. പക്ഷെ അള്ളാഹുവിന്റെ സഹായം അങ്ങനെയല്ല. അള്ളാഹു നൽകുന്ന സഹായങ്ങൾ അങ്ങനെയല്ല. അള്ളാഹു നൽകുന്ന നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ വിലയിരുത്തലിൽ ഏറ്റവും ചെറിയ സഹായമെന്ന് നമുക്ക് തോന്നുന്ന സഹായമാണെങ്കിലും ഒരിക്കലും ആ രൂപത്തിലല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അലൽ ആലമീൻ. അല്ലാഹു ആലമീൻ, ലോകത്തുള്ള സർവ്വരും സർവ്വ പടപ്പുകളും അല്ലാഹുവല്ലാത്ത മറ്റാരൊക്കെയുണ്ട് അതിനെ തൊട്ടെല്ലാം തന്നെ അല്ലാഹു ആശ്രയിക്കാത്തവനാണ്. അല്ലാഹുവിന് ഒരാളിലേക്കും ആവശ്യമില്ല. അടിമയുടെ കാര്യം അങ്ങനെയാണോ? സൃഷ്ടികളുടെ കാര്യം അങ്ങനെയാണോ? സൃഷ്ടികൾ നൽകുന്ന, പ്രവാചകന്മാർ നൽകുന്ന, ഔലിയാക്കളിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലുതെന്ന് നാം വിലയിരുത്തുന്ന സഹായമാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഏത് സഹായമാണെങ്കിലും അതൊക്കെ അല്ലാഹുവിന്റെ പക്കൽ നിന്ന്. പക്ഷെ അള്ളാഹുവിന്റെ സഹായമാവട്ടെ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹു ഒരാളിലേക്കും ആശ്രയിക്കാത്തവനാണ്. അള്ളാഹുവിന് ഒരാളെ കൊള്ളയും ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ഏത് സഹായം ലഭിച്ചാലും, ഏത് സഹായം ആവശ്യപ്പെട്ടാലും, ഏത് തരത്തിലുള്ള സഹായം ലഭിക്കുമെന്ന് വിശ്വസിച്ചാലും ഒരിക്കലും അള്ളാഹുവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കൽ, അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക എന്ന കാര്യം ഉണ്ടാകുന്നില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്-സമീഉൽ ബസീർ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവും സൃഷ്ടികളും ഒരിക്കലും തുല്യരല്ല. അള്ളാഹുവും അവന്റെ പടപ്പുകളും ഒരിക്കലും തുല്യരല്ല. നമുക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശറഫുള്ളവർ, ഏറ്റവും മഹത്വമുള്ളവർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? നമ്മുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് സഹായങ്ങൾ ലഭിക്കുന്നു, സഹായം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ആ സഹായം? ഏത് സഹായമാണെങ്കിലും അള്ളാഹു നൽകുന്നു, നബി തങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായമാവട്ടെ ഒരിക്കലും മറ്റൊരാൾ മുഖേന മറ്റൊരാളും ലഭിക്കുന്ന സഹായമല്ല. ഇസ്തിഗാസ ചർച്ച ചെയ്യുമ്പോൾ, മഹാന്മാരോടുള്ള സഹായത്തേട്ടം ചർച്ച ചെയ്യുമ്പോൾ അറേബ്യൻ മുശ്രിക്കുകളുടെ കാര്യം പലപ്പോഴും സംസാരിക്കാറുണ്ട്, പലപ്പോഴും ചർച്ചയിൽ വരാറുണ്ട്. എന്താ അറേബ്യൻ മുശ്രിക്കുകൾക്ക് സംഭവിച്ചത്? ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു ഒരാളിലേക്കും ആവശ്യമില്ലാത്തവനും, അല്ലാഹുവല്ലാത്ത ഏത് മഹാനാണെങ്കിലും, ഏത് വലിയാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും അവർക്ക് അല്ലാഹുവിനെക്കുള്ള ആവശ്യമുള്ളവരുമാകുന്നു എന്ന ഈ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്ന് ഇതിനെ നിഷേധിച്ചവരായിരുന്നു യഥാർത്ഥത്തിൽ അറേബ്യൻ മുശ്രിക്കുകൾ. ഹജറുൽ അസ്വദിനെ ചുംബിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസിന്റെ ചർച്ചയിൽ മഹാനായ ഇമാം ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഹജറുൽ അസ്വദാവട്ടെ മറ്റേതാണെങ്കിലും ശരി അത് സ്വന്തമായിക്കൊണ്ടുള്ള സഹായമല്ല. എന്നാൽ സ്വന്തമായിക്കൊണ്ടുള്ള സഹായം ലഭിക്കുമെന്നാണ് അറേബ്യൻ മുശ്രിക്കുകൾ, ബിംബാരാധകർ അവരുടെ ബിംബങ്ങളെക്കുറിച്ച് വിശ്വസിച്ചിരുന്നത്. കമാ കാനത്തിൽ ജാഹിലിയ്യ തഅതഖിദുഹു ഫിൽ ഔസാൻ. ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, അറേബ്യൻ മുശ്രിക്കുകൾ പല വിഭാഗങ്ങളായിരുന്നു, പല കക്ഷികളായിരുന്നു. തങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ ഏതൊരു ശക്തിയുടെ പ്രതീകങ്ങളാണോ അവരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു എന്ന് അംഗീകരിക്കുന്ന ചില വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ അറേബ്യൻ മുശ്രിക്കുകൾ, ബിംബാരാധകർ അവരുടെ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് വിശ്വസിച്ചിരുന്നത് തങ്ങൾക്ക് സഹായം ലഭിക്കുന്ന, തങ്ങൾക്ക് സഹായം നൽകുന്ന വിഷയത്തിൽ തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് മറ്റൊരാൾക്കുള്ള ആവശ്യമില്ല എന്നായിരുന്നു. തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാകുന്നു എന്ന് അംഗീകരിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അംഗീകരിക്കുന്നവരാണെങ്കിലും, ഏത് കക്ഷികളാണെങ്കിലും, ആരാധ്യരാകുന്ന ഞങ്ങളെ ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ സഹായിക്കുന്നതിൽ
മറ്റൊരാളിലേക്കും തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് ഇലാഹുകൾക്ക് ആവശ്യമില്ല എന്നുള്ള തെറ്റായ വിശ്വാസമായിരുന്നു അറേബ്യൻ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ ഇലാഹിനെ മാത്രമേ ആരാധിക്കാവൂ, പല ഇലാഹുകൾ ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദുമായി കടന്നു വന്നപ്പോ, അവരോട് ദഅവത്ത് ചെയ്തപ്പോ അവർ ചോദിച്ചൊരു ചോദ്യം, ബിംബാരാധകർ, ബഹുദൈവ വിശ്വാസികൾ ചോദിച്ച ചോദ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഈ ഇലാഹുകളൊന്നും വേണ്ട, ഒറ്റ ഇലാഹ് മാത്രം മതി എന്നാണോ പറയുന്നത്? മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. മുശ്രിക്കുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ധാരാളം ബിംബങ്ങൾ, ധാരാളം ആരാധ്യ വസ്തുക്കൾ, ധാരാളം ഇലാഹുകൾ ഞങ്ങൾക്കുണ്ട്, എന്നിട്ട് പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ബാക്കിയാണ്. ഇത്രയും ആരാധ്യ വസ്തുക്കൾ ഞങ്ങൾക്കുണ്ടായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഫകൈഫ യഖൂമുൽ ഇലാഹുൽ വാഹിദു ബിഹവായിജിനാ, പിന്നെ എങ്ങനെയാണ് ഒറ്റ ഇലാഹ് മാത്രമാകുമ്പോ ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക? മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തിനധികം അറേബ്യൻ മുശ്രിക്കുകളുടെ അവസ്ഥ ഈ രൂപത്തിലായിരുന്നു എന്ന് KM മൗലവിയുടെ ഫത്വകളെന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന ഇപ്പോഴും വാങ്ങാൻ കിട്ടുന്ന പുസ്തകത്തിലും KM മൗലവി പറയുന്നുണ്ട്. KM മൗലവി ഒരിക്കലും വഹാബികൾ കന്നിനല്ലോ. കേരളത്തിൽ വഹാബിസം പരിചയപ്പെടുത്തി കൊടുത്ത കേരളത്തിലെ പ്രഥമ പ്രബോധകനെന്ന് അവർ പരിചയപ്പെടുത്തുന്ന നേതാവല്ലേ KM മൗലവി. അദ്ദേഹം പറയുന്നു, അറേബ്യൻ മുശ്രിക്കുകൾക്ക് ഇത്തരത്തിലുള്ള നിലപാടുകളാണ് അവരുടെ ആരാധ്യ വസ്തുക്കളെ കുറിച്ചുണ്ടായിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപജ്ഞാതാവ് അബുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ ഇസ്ലാമിലെ 4 സാങ്കേതിക പദങ്ങൾ എന്ന പുസ്തകത്തിലും അറേബ്യൻ മുശ്രിക്കുകൾ ഇത്തരത്തിലുള്ള വിശ്വാസക്കാരായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവർത്തകരെ, ഇസ്തിഗാസ വിരോധികളുടെ അടിസ്ഥാനം ഇസ്തിഗാസ ശിർക്കാണ്. മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല, അദൃശ്യ മാർഗത്തിലുള്ള സഹായം മഹാന്മാരോട് ആവശ്യപ്പെടുന്ന ശിർക്കാകുന്നു എന്ന ഈ തെറ്റായ ആശയം രൂപപ്പെടുന്നത് ഭൗതിക മാർഗത്തിൽ സഹായിക്കുക എന്നുള്ളത് സൃഷ്ടികളുടെ കാര്യം, അഭൗതിക മാർഗത്തിൽ സഹായിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ മാത്രം വിശേഷണമെന്ന ഈ തെറ്റായ ധാരണയിൽ നിന്നാണ്. ഗുണം അതുപോലെ തന്നെ ഗുണം വരുത്തുമെന്നോ ദോഷമുണ്ടാക്കാനോ ഉള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ വസ്തുവിനോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വസ്തുവിന് നേരെ പുലർത്തുന്ന താഴ്മയും വിധേയത്വവും ആദരവും സ്നേഹവും ബഹുമാനവും ഭയവും ഇതെല്ലാം തന്നെ ശിർക്കാണ്. എത്ര അപകടകരമായ വാദമാണത്! അഭൗതിക മാർഗത്തിൽ ഗുണം വരുത്തും, അതല്ലെങ്കിൽ ദോഷമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരു ശക്തിക്ക് നേരെ, ഒരു വസ്തുവിന് നേരെ വെച്ചു പുലർത്തുന്ന താഴ്മ, ആദരവ്, ബഹുമാനം, ഭയം, വിധേയത്വം, വിനയം ഇതെല്ലാം തന്നെ ശിർക്കാകുന്നു എന്ന്. അഥവാ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണമെന്ന്, മുഹീദ്ദീൻ ശൈഖെ കാക്കണമെന്ന് സഹായം തേടിക്കൊള്ളണമെന്നില്ല. അഭൗതിക മാർഗത്തിൽ സഹായിക്കാൻ സാധിക്കുമെന്ന് ഒരു വസ്തുവിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ, അഭൗതിക മാർഗത്തിലുള്ള സഹായം, അഭൗതിക മാർഗത്തിലുള്ള ഗുണം ഒരു വസ്തുവിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കൽ തന്നെ, അങ്ങനെ പ്രതീക്ഷിക്കൽ തന്നെ ശിർക്കാകുന്നു എന്നാ മുജാഹിദുകൾ പറയുന്നത്. തേട്ടം മാത്രമല്ല, പ്രതീക്ഷിക്കൽ ശിർക്കാണ്, അങ്ങനെ വിശ്വസിക്കൽ ശിർക്കാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ശിർക്കിനെയും തൗഹീദിനെയും ആരാ പരിചയപ്പെടുത്തിയത്? ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല, ഹദീസുകൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അംഗീകരിക്കണമെന്ന് ദീൻ പഠിപ്പിക്കുന്ന ഒരാളും ഈ തരത്തിൽ തൗഹീദിനെയും ശിർക്കിനെയും വിഭജിച്ചിട്ടില്ല. മാത്രമല്ല, ഈ രൂപത്തിൽ തൗഹീദിനെയും ശിർക്കിനെയും മനസ്സിലാക്കുകയാണെങ്കിൽ, വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ ലോകത്ത് ആരൊക്കെയാണ് മുശ്രിക്കാവുക? ലോകത്ത് ആരൊക്കെയാണ് മുശ്രിക്കുകളാവുക? നമുക്കറിയാമല്ലോ, മഹാന്മാരായ സഹാബിമാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അഭൗതിക മാർഗത്തിലുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ട്, ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ധാരാളമായി കൊണ്ട് ഹദീസുകളിൽ കാണില്ലേ? അഭൗതിക മാർഗത്തിലുള്ള സഹായം
സാധാരണ വഴിക്കുള്ള അസാധാരണ മാർഗത്തിലുള്ള സഹായം, മറഞ്ഞ വഴിക്കുള്ള സഹായം ഒരു വസ്തുവിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോ, ഒരു വസ്തുവിൽ നിന്ന് കണക്കാക്കുമ്പോ അത് ശിർക്കാണെന്ന് പ്രചരിപ്പിക്കുമ്പോ, പറയുമ്പോ, എഴുതുമ്പോ ഈ തെറ്റായ ആശയം കൊണ്ട്, ആദർശം കൊണ്ട് ലോകത്ത് ആരെയൊക്കെ മുശ്രിക്കാക്കേണ്ടി വരും? മഹാന്മാരായ നൂറുകണക്കിന് സഹാബിമാരുടെ ചരിത്രങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ചരിത്രങ്ങളിൽ കാണാം. എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയർപ്പ് ശേഖരിക്കുന്നു. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് സഹീഹല്ല എന്ന് ഒരാളും അഭിപ്രായപ്പെട്ടിട്ടില്ല. മുഹദ്ദിസീങ്ങളൊക്കെ സഹീഹാണെന്ന് പറഞ്ഞ സംഭവമാണല്ലോ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വയർപ്പ് ശേഖരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, അല്ല ഉമ്മു സുലൈം, എന്താ നിങ്ങൾ കാണിക്കുന്നത്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഹാദാ അറഖുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് അങ്ങയുടെ വയർപ്പാണ്, ഇത് അങ്ങയുടെ വയർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, നർജു ബറകതഹു ലിസ്ബിയാനിനാ, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഞങ്ങളുടെ മക്കൾക്ക് ബറക്കത്താണ്. ഞങ്ങളുടെ മക്കൾക്ക് വിഷമങ്ങളുണ്ടാകുമ്പോ, പ്രയാസങ്ങളുണ്ടാകുമ്പോ അതിന്റെ പരിഹാരത്തിന് വേണ്ടി, അതിന്റെ ശിഫക്ക് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഔഷധമാണിത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വിശദീകരണം. അഭൗതിക മാർഗത്തിൽ, അസാധാരണ മാർഗത്തിൽ ഒരു വസ്തുവിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചതല്ലേ, സഹായം ലഭിക്കുമെന്ന് കണക്കാക്കിയതല്ലേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ ഇസ്തിഗാസ വിരോധികൾ പറയുന്നത് പോലെയാണെങ്കിൽ, മുജാഹിദുകൾ പറഞ്ഞത് പോലെയാണെങ്കിൽ എന്തായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി? അല്ല ഉമ്മു സുലൈം, ഒരിക്കലും പാടില്ലട്ടോ. കാരണം അദൃശ്യമാർഗത്തിൽ ഒരു വസ്തുവിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുക, സഹായം കണക്കാക്കുക എന്നുള്ളത് അത് ശിർക്കാണ്. അതുകൊണ്ട് ഇത് ശിർക്കൻ വിശ്വാസമാണ്, പാടില്ലാത്ത പ്രവർത്തനമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ആ രൂപത്തിലായിരുന്നില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തെ ശരിവെച്ചുകൊണ്ട്, നിർജു ബറകതഹു ലിസ്ബിയാനിനാ, ഇതിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് എന്റെ പ്രതീക്ഷ എന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഈ വിവരണത്തെ 100% ശരിവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസബത്തി, അസബത്തി, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഇതാ നമ്മൾ പറയുന്നത്. ഇബ്നു തൈമിയ്യ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന ഈ വികലാശയം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല. ലക്ഷക്കണക്കിന് സഹാബിമാരുടെ പ്രവർത്തനങ്ങൾ ഒന്നും കാണുക സാധ്യമല്ല. ധാരാളം മഹത്തുക്കളായ ഇമാംമാർ കഴിഞ്ഞുപോയില്ലേ, ആലിമീങ്ങളും ഔലിയാക്കളും സൂഫികളും കഴിഞ്ഞുപോയില്ലേ. അവർ തൗഹീദിനെയും ശിർക്കിനെയും അറിയാത്തവരായിരുന്നു, അവർ അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാത്തവരായിരുന്നു. പക്ഷെ അവർ ഇത്തരത്തിലുള്ള ഒരു ശിർക്കിനെ അവരാരും മനസ്സിലാക്കിയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്താണെങ്കിലും അവിടുത്തെ വഫാത്തിന് ശേഷമാണെങ്കിലും അസാധാരണ മാർഗത്തിലൂടെയുള്ള സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബിമാർ വന്നുകൊണ്ട് ആവശ്യപ്പെട്ട സംഭവം ധാരാളമായി കൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അസാധാരണ മാർഗത്തിലുള്ള സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇഷ്ടം പോലെ അവിടുത്തെ ഹയാത്ത് കാലത്തുണ്ടായിട്ടുണ്ട്, വഫാത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ധാരാളം സംഭവങ്ങൾ. ഒരു സംഭവം നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം, വല്ലദീ നഫ്സു അബുൽ ഖാസിം ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിത വഹകമൻ അദ്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളോട് തൊട്ടടുത്ത സമയത്ത് ഇറങ്ങി വരും ആകാശത്തു നിന്ന് നാമൊക്കെ വിശ്വസിക്കുന്നല്ലോ, മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത് ഒരു കാര്യമാണത്. അതിനെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം, തീർച്ചയായും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും, ഇമാമൻ മുഖ്സിത വഹകമൻ അദ്ല, നീതിമാനായ ഇമാമായിക്കൊണ്ട്, ഭരണാധികാരിയായിക്കൊണ്ട്.
എന്നിട്ടോ ഫലയക്സിറന്ന സ്വലീബ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ കുരിശുകളെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തകർക്കും. വലയഖ്തുലന്നൽ ഖിൻസീറ, പന്നികളെ മഹാനായ പ്രവാചകർ കൊല്ലും. വലയുസ്രിഹന്ന ദാത്തൽ ബൈൻ വലയുഹിബന്ന അശ്ശഹ്നാഅ വലയുറലന്ന അലൈഹിൽ മാലു ഫലാ യുഖബൽ ثم لئن قام على قبري فقال يا محمد لأجيبنه. സഹീഹായ സംഭവമാണിത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നീതിമാനായ ഒരു ഭരണാധികാരിയായി ഇറങ്ങി വരികയും അങ്ങനെ കുരിശ് തകർക്കുകയും പന്നികളെ കൊല്ലുകയും ജനങ്ങൾക്കിടയിൽ നീതിയോടുകൂടെയുള്ള ഭരണം നടത്തുകയും ചെയ്യും. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ثم لئن قام على قبري فقال يا محمد لأجيبنه. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ഖബർ ശരീഫിന്റെ അടുത്ത് വരും. എന്റെ ഖബർ ശരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ കിടക്കുന്ന പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിളിക്കും, യാ മുഹമ്മദ് എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോഴോ ലഉജീബന്നഹു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകുകയും ചെയ്യും. ഒരു പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ വിളിക്കാൻ പാടില്ല എന്ന് അറിയാത്തവരാണോ? അത് ശിർക്കാണെന്ന വിശ്വാസമുള്ളവരാണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിച്ചവരെ വിളിക്കൽ ശിർക്കാണെന്ന് വിശ്വസിക്കുന്നവരാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമെങ്കിൽ പുണ്യ ഖബർ ശരീഫിനടുത്ത് വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കുമോ? അത് തൗഹീദിന് വിരുദ്ധമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലഉജീബന്നഹു, അങ്ങനെ വിളിക്കുമ്പോ ഞാനതിന് ജവാബ് മറുപടി നൽകുകയും ചെയ്യും. ഈ സംഭവത്തെക്കുറിച്ച് മഹാനായ ഇമാം ഹൈസമി അവരുടെ കിതാബിൽ പറയുന്നു, റിജാലുഹു റിജാലു സഹീഹ്. മഹാനായ ഇമാം അബൂ യഅല റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിന്റെ സനദിനെ കുറിച്ച് ചർച്ച ചെയ്ത ഇമാമുകളൊക്കെ ഈ ഹദീസിന്റെ സനദിനെ കുറിച്ച് പറയുന്നു, റിജാലുഹു റിജാലു സഹീഹ്. ഈ ഹദീസിന്റെ പരമ്പരയിലുള്ള മുഴുവൻ റിപ്പോർട്ടർമാരും അവരൊക്കെ സ്വീകാര്യരാണ്, യോഗ്യരാണ്, തള്ളപ്പെടേണ്ടുന്ന ഹദീസല്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ വിളിക്കും. പ്രസിദ്ധമായ മറ്റൊരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നിങ്ങളൊക്കെ പലതവണ കേട്ടിട്ടുള്ള സംഭവമാണല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഴയില്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ മഹാനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖബർ ശരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഴയ്ക്ക് വേണ്ടി സഹായം ആവശ്യപ്പെട്ട സംഭവം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 13 മുതൽ 23 വരെയാണല്ലോ ഭരണം നടത്തുന്നത്. ധാരാളം സഹാബിമാർ, ഇഷ്ടംപോലെ സഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ റളിയല്ലാഹു അൻഹും അവരൊക്കെ ജീവിച്ചിരിപ്പുള്ള ധാരാളം ആളുകൾ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. ധാരാളം സഹാബിമാരെ കൊണ്ടും താബിഈങ്ങളെ കൊണ്ടും സമ്പുഷ്ടമായ സുന്ദരമായ കാലഘട്ടം. ആ സമയത്ത് മഹാനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖബർ ശരീഫിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, ഇസ്തസ്കരി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്ത് വെള്ളമില്ലാതെ മഴ ലഭിക്കാതെ പ്രയാസപ്പെടുന്നു. അവർക്ക് മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഖബറിൽ കിടക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടാണ് മഹാനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നത്. ദുആ ചെയ്യൂ, മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെടൂ എന്നുള്ളത്. ഇത് മരണപ്പെട്ടവരോട് സഹായം തേടലല്ലേ? ഈ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഇതിന്റെ പരമ്പര സഹീഹാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അൽ ബിദായത്ത് വൻ നിഹായയിൽ ഇതിന്റെ പരമ്പരയെക്കുറിച്ച് പറയുന്നു, ഇതിന്റെ പരമ്പര സഹീഹാകുന്നു. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇസ്നാദുഹു ജയ്യിദുൻ ഖവിയ്യുൻ, ഇതിന്റെ പരമ്പര ജയ്യിദാണ്, ഖവിയാണ്, ശക്തമാണ്, ഒരിക്കലും സംശയിക്കേണ്ടതില്ല. ഇസ്നാദുഹു ജയ്യിദുൻ ഖവിയ്യുൻ, ഇതിന്റെ പരമ്പര സഹീഹാണ്, ഇതിന്റെ പരമ്പര ശക്തമാകുന്നു.
ഈ ഹദീസിന്റെ റാവിമാരിൽ, റിപ്പോർട്ടർമാരിൽ ഉള്ള ഏത് റാവിയെക്കുറിച്ച്, ഏത് നിവേദക പരമ്പരയിലുള്ള ഏത് റാവിയെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും ഉസൂലുൽ ഹദീസിന്റെ നിയമപ്രകാരം ഒരാളും തള്ളപ്പെടേണ്ടുന്നവരല്ല. ഇതിന്റെ പരമ്പരയിൽ മാലിക് ദാറുണ്ട്, അബൂ മുആവിയുണ്ട്, അഅ്മശുണ്ട്, അബൂ സാലിഹുണ്ട്. ഈ റാവിമാരെ കുറിച്ചൊക്കെ ഉസൂലുൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോ അതിലൊക്കെ തന്നെ പറയുന്നു അവരൊക്കെ സ്വീകാര്യരാണ്, സിഖത്താണ്, സബത്താണ്, ഹാഫിളുകളാകുന്നു എന്നൊക്കെ. സഹീഹായ സംഭവമാണ്. മാത്രമല്ല ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒറ്റ മുഹദ്ദിസും ഒറ്റ ചരിത്ര പണ്ഡിതനും ഇസ്ലാമിക ലോകത്ത് സ്വീകാര്യരായ അവലംബിക്കപ്പെടുന്ന ഒരാളും തന്നെ ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ഊനന പറഞ്ഞതായിക്കൊണ്ട് ഒരാൾക്കും തെളിയിക്കാൻ സാധ്യമല്ല. ധാരാളം മുഹദ്ദിസീങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ, ചരിത്രങ്ങളുടെ കിതാബുകളിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഹാബികൾ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് ഒരു റജുൽ വന്നു എന്നല്ലേ ഹദീസിലുള്ളത്. ജാഅ റജുലുൻ ഇലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിനടുത്തേക്ക് ഒരു റജുൽ വന്നു എന്നാണല്ലോ ഹദീസിലുള്ളത്. ആ റജുൽ സഹാബിയാണ്, ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഹദീസിലല്ലോ എന്ന. ശരിയാണ് ആ കാര്യം. ഹദീസിലുള്ളത് ഒരു റജുൽ വന്നു എന്നാണ്. പക്ഷെ ആ വന്ന റജുൽ ആരാ? ആ വന്ന റജുൽ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് മഹാനായ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നു. ഫത്ഹുൽ ബാരിയിൽ ഈ റജുലിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മഹാനായ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് സൈഫിനെയാണ്. എന്താ സൈഫിന്റെ കാര്യം? ഹദീസിന്റെ പരമ്പരയിൽ, ഹദീസിന്റെ സനദിൽ ഏത് സനദുകൾ പരിശോധിച്ചാലും ധാരാളം കിതാബുകൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏത് സനദ് പരിശോധിച്ചാലും ഒരിക്കലും ഈ ഹദീസിന്റെ സനദിൽ, ഈ ഹദീസിന്റെ പരമ്പരയിൽ സൈഫില്ല. ഹദീസിന്റെ പരമ്പരയിൽ പറയപ്പെട്ട മുഴുവൻ റാവിമാരും ഉസൂലുൽ ഹദീസിന്റെ നിയമപ്രകാരം ഒരു ന്യൂനതയുമില്ലാത്തവരാണ്, സ്വീകരിക്കപ്പെടാവുന്നവരാണ്. പിന്നെ എവിടെയാണ് ഈ സൈഫ് കടന്നു വരുന്നത്? ജാഅ റജുലുൻ എന്ന് ഹദീസിൽ പറഞ്ഞപ്പോ ഈ റജുൽ ആരാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മഹാനായ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു സൈഫിനെ ഉദ്ധരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സൈഫ് ഒരിക്കലും ഹദീസിന്റെ നിവേദക പരമ്പരയിൽപ്പെട്ടവരല്ല. ഹദീസിൽ പരാമർശിക്കപ്പെട്ട ചരിത്രപരമായ കാര്യം വിശദീകരിക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ ഇമാംമാരൊക്കെ അവരുടെ കിതാബുകളിൽ സൈഫിനെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരു ചരിത്രപരമായ കാര്യം സമർത്ഥിക്കാൻ വേണ്ടി, ഒരു ചരിത്രപരമായ കാര്യം വിശദീകരിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമാണ് സൈഫിനെ കൊണ്ടുവന്നത്. എന്നാ സൈഫിന്റെ കാര്യമെന്താ? ബഹുമാനപ്പെട്ട അസ്ഖലാനി പറയുന്നു, അതുപോലെയുള്ള ധാരാളം ഇമാമാർ പറയുന്നു. എന്തിനധികം സാക്ഷാൽ അൽബാനി പോലും അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞു, ഉംദത്തുൻ ഫിത്താരീഖ്, ഉംദത്തുൻ ഫിത്താരീഖ്. സൈഫ് താരീഖിൽ, ചരിത്രത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. സൈഫ് താരീഖിൽ, ചരിത്രത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയപ്പെട്ട ഈ ചരിത്രപരമായ കാര്യത്തെ ഈ റജുൽ ആരി എന്ന് തീരുമാനിക്കുവാൻ വേണ്ടി സൈഫിനെ ഉദ്ധരിച്ചത്. ഉംദത്തുൻ ഫി താരീഖി, താരീഖിൽ സൈഫ് സ്വീകാര്യനാണെന്ന് മാത്രമല്ല ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാകുന്നു. ഇമാമാരൊക്കെ ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ വഹാബികൾക്ക് ഇഷ്ടം പോലെ സ്വീകാര്യനാണല്ലോ അൽബാനി, നാസിറുദ്ദീൻ അൽബാനി പോലും അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും സൈഫിനെ കുറിച്ചുള്ള ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉംദത്തുൻ ഫി താരീഖി, ഹദീസിൽ സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിലും ചരിത്രത്തിൽ അദ്ദേഹം സ്വീകാര്യനാണ്. അതുകൊണ്ട് ഈ സംഭവത്തിൽ സൈഫുണ്ട്, അതുകൊണ്ട് ഈ സംഭവം സ്വീകാര്യമല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് ഹദീസിനെ കുറിച്ചുള്ള വിവരമില്ലായ്മയാണ്. കാരണം ഈ ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ഒരിക്കലും സൈഫ് കടന്നു വരുന്നില്ല. സൈഫ് കടന്നു വരുന്നത് ഹദീസിൽ പറയപ്പെട്ട റജുലാരി എന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രം. ആ കാര്യമാവട്ടെ ചരിത്രപരമായ വിഷയം. ചരിത്രത്തിൽ സൈഫാവട്ടെ ഒന്തയുമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ്, സ്വീകാര്യനാകുന്നു എല്ലാവരും പറയുന്നു. ഇഷ്ടംപോലെ സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ. തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്, ഈ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോ, സഹാബിമാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ ഇഷ്ടംപോലെ സംഭവങ്ങൾ, സമാന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സഹാബിയ. ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു താമസിക്കുന്നത് ഷാമില.
ബഹുമാനപ്പെട്ടവർ ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നു. ഷാമിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ്. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ട് മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു. എന്നാൽ മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചു പോകുമ്പോ ബഹുമാനപ്പെട്ട സഹാബിക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട്, വളരെ നേരത്തെ എത്തേണ്ടതുണ്ട്. എന്താ അതിനുവേണ്ടി മഹാനായ സഹാബി ചെയ്തത്? 7 ദിവസം യാത്ര ചെയ്തുകൊണ്ട് ഷാമിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വെറും 2.5 ദിവസം മാത്രം യാത്ര ചെയ്തുകൊണ്ട് മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചു പോകുന്നു, ഷാമിലെത്തുന്നു. എന്താ കാരണം? തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്ത് പോലെയുള്ള ഒട്ടനവധി കിതാബുകളിൽ പറയുന്നു, ബിദുആഇഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫ്ഫുഹി ബിഹി ഫീ തഖ്രീബ് തരീഖിഹി. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ട് ഷാമിൽ നിന്ന് മദീനയിലേക്ക് എത്തിയെങ്കിൽ മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചു പോകുന്നത് 2.5 ദിവസം മാത്രം യാത്ര ചെയ്തുകൊണ്ട്. എങ്ങനെയാണ് ഈ വ്യത്യാസം അനുഭവപ്പെട്ടത്? ബിദുആഇഹി ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനടുത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്തു. വതശഫ്ഫുഹി ബിഹി ഫീ തഖരീബ് തരീഖിഹി, അവരുടെ യാത്ര, അവരുടെ വഴി ചുരുങ്ങിക്കിട്ടുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് തേടി. വഴി ചുരുങ്ങിക്കിട്ടുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് തേടി. വതശഫ്ഫുഹി ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് തേടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം തേടി. ഫീ തഖരീബ് തരീഖിഹി, അവിടുത്തെ വഴി ചുരുങ്ങിക്കിട്ടുന്നതിൽ. അതിന്റെ ഫലമായിക്കൊണ്ട് 2.5 ദിവസം കൊണ്ട് മഹാനായ സഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചു പോകുന്നു. ഈ സഹാബിമാരൊന്നും തൗഹീദും ശിർക്കും അറിയാത്തവരാണോ? അവരൊക്കെ തൗഹീദും ശിർക്കും മനസ്സിലാക്കാത്തവരാണോ? മഹാന്മാരോട് സഹായം ചോദിക്കൽ, അഭൗതിക മാർഗത്തിലുള്ള സഹായം ചോദിക്കൽ, മരണാനന്തരം സഹായം ചോദിക്കൽ, അത് ശിർക്കാണ്, അത് ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാത്തവരായിരുന്നോ ഈ മഹാന്മാരായ സഹാബിമാരൊക്കെ? അതല്ല, അവർക്കൊന്നും മനസ്സിലാവാത്ത, അവരൊന്നും പഠിക്കാത്ത, അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത പുതിയ തൗഹീദാണോ ഈ മുജാഹിദുകൾ, ഈ വഹാബികൾ, ഈ ജമാഅത്തുകാർ, ഈ തബ്ലീഗുകാർ, അതുപോലെയുള്ള കക്ഷികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ തൗഹീദ് വേണ്ട, നമുക്ക് നിങ്ങളുടെ തൗഹീദ് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് അനുഭവിച്ച് കേട്ട് നേരിട്ട് മനസ്സിലാക്കിയ മഹാന്മാരായ സഹാബിമാർ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദ് മതി നമുക്ക്. ആ തൗഹീദാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ആ തൗഹീദിലാകുമ്പോഴാണ്, ആ വഴിയിലാകുമ്പോഴാണ് രക്ഷപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ? എന്റെ കാലശേഷം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ഇഷ്ടംപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നിലേക്ക് മടങ്ങണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്റെ ഖുലഫാഉർ റാഷിദുകളിലേക്ക്, എന്റെ മഹാന്മാരായ സഹാബിമാരിലേക്ക്, 4 ഖലീഫമാരുടെ ചര്യകളിലേക്ക് നിങ്ങൾ മടങ്ങണേ. എന്താ അതിന്റെ താല്പര്യം? എന്താണ് ഖുർആൻ? എങ്ങനെയാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു? എന്താണ് വിശ്വസിക്കേണ്ടത്? എന്താണ് ഒരു മുസ്ലിം പ്രവർത്തിക്കേണ്ടത്? എന്തൊക്കെയാണ് ഒരു മുസ്ലിം ആചരിക്കേണ്ടത്? ഇതൊക്കെ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണങ്ങളായിക്കൊണ്ട് നേരിട്ട് മനസ്സിലാക്കിയവർ മഹാന്മാരായ സഹാബിമാരാണ്, വിശിഷ്യ 4 ഖലീഫമാരാണ്. ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിന്റെ അവിടുത്തെ ചര്യകളുടെ കണ്ണാടികളാണ് 4 സഹാബിമാർ. ആ 4 സഹാബിമാരുടെ പ്രവർത്തനം എന്തോ ആ പ്രവർത്തനങ്ങളിലൂടെ നാം പോകുമ്പോൾ നമുക്കെത്താൻ സാധിക്കുന്നത് ഖുർആനിലേക്കാണ്, നമുക്കെത്താൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. നബി തങ്ങളിലേക്ക് എത്തുമ്പോ, ഖുർആനിലേക്ക് എത്തുമ്പോ സംഭവിക്കുന്നതോ അള്ളാഹുവിന്റെ പൊരുത്തം, അവന്റെ സ്വർഗം. മഹാന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുക. മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെയുള്ള മഹാന്മാർ മുസ്ലിം ലോകത്താർക്കും അവരെക്കുറിച്ച് തർക്കമില്ലല്ലോ, മുസ്ലിം ലോകത്താർക്കും അവരെക്കുറിച്ച് തർക്കമില്ലല്ലോ. മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദതി അഈസുക ഫിൽ അശ്യാഇ തുറൻ ബിഹിമ്മതി. മഹാനായ ഗൗസുൽ അവിടുത്തെ മുരീദുമാരോട്, അവിടുത്തെ മുഹിബ്ബീങ്ങളോട്, അവിടുത്തെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടാണ്, തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദതി. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും, നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ വരികയാണെങ്കിലും എന്നെക്കൊണ്ട് നിങ്ങൾ വസീലയാക്കുക. ആരാ പറയുന്നത്? മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തവസ്സൽ ബിനാ, നമ്മെക്കൊണ്ട് നിങ്ങൾ, എന്നെക്കൊണ്ട് നിങ്ങൾ തവസ്സുലാക്കിക്കൊള്ളൂ, എന്നെക്കൊണ്ട് നിങ്ങൾ എടുത്തെടുക്കൊള്ളൂ, എന്റെ സഹായം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ. ഫീ കുല്ലി ഹൗലിൻ വശിദ്ദതി, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും. അഈസുക ഫിൽ അശ്യാഇ തുറൻ ബിഹിമ്മതി, ഏത് കാര്യമാണെങ്കിലും ശരി അതിലൊക്കെ എന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും, അതിലൊക്കെ എന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ മനസ്സിലാക്കിയ ഇസ്ലാം ഇതാണ്. മഹാനവറുകൾ മനസ്സിലാക്കിയ തൗഹീദ് ഇങ്ങനെയാണ്. മുരീദി ഇദാ മാ കാന ശർഖൻ വമഗ്രിബ അഅ്സുഹു ഇദാ മാ സാറ ഫീ അയ്യി ബലദതി. മഹാനവറുകൾ പറയുന്നു, മുരീദി ഇദാ മാ കാന ശർഖൻ വമഗ്രിബ, നീ എവിടെയാണെങ്കിലും, ഷർഖിലാണെങ്കിലും മഗ്രിബിലാണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും, അഅ്സുഹു, നിന്നെ ഞാൻ സഹായിക്കും, നിന്നെ ഞാൻ സഹായിക്കും. ഇദാ മാ സാറ ഫീ അയ്യി ബൽദതി, നീ ഏത് നാട്ടിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും എന്നോട് സഹായം ചോദിച്ചോ, ഏത് വിഷയത്തിലും എന്നോട് സഹായം ചോദിച്ചോ, നിന്നെ ഞാൻ സഹായിക്കും. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വാക്കാണ്. അവരൊക്കെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. വഫാത്തിന് ശേഷം സഹായം ചോദിക്കുമ്പോൾ, അസാധാരണ മാർഗത്തിലൂടെ സഹായം ചോദിക്കുമ്പോൾ അത് ശിർക്കാണ്, അത് മതവിരുദ്ധമാണ്, അത് പാടില്ലാത്ത കാര്യമാകുന്നു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അംഗീകരിക്കേണ്ടുന്ന, വിശ്വസിക്കേണ്ടുന്ന, വിശ്വസിക്കണം, അംഗീകരിക്കണം, മാതൃകയാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞു, അവരാരും പറഞ്ഞിട്ടില്ല. മറിച്ച് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ, അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ വാക്കുകളിലും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് തീർച്ചയായും മരണപ്പെട്ടവരോട് ചോദിക്കാം, അവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അബോധിക മാർഗത്തിലൂടെയുള്ള, അസാധാരണ മാർഗത്തിലൂടെയുള്ള സഹായം അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം, അവരൊക്കെ പ്രതീക്ഷിച്ചിട്ടുമുണ്ട്. ഇസ്തിഗാസ ശിർക്കാണ്, മഹാന്മാരോട് ചോദിക്കൽ ശിർക്കാണ്, അബോധിക മാർഗത്തിലുള്ള സഹായം പ്രതീക്ഷിക്കൽ ശിർക്കാണ്. എന്നൊക്കെ നമ്മൾ സുന്നികളെ മുശ്രിക്കുകളാക്കി ആക്ഷേപിച്ചുകൊണ്ട് തൗഹീദിന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവർ ഇന്ന് ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നും സാന്ദർഭികമായി നാം ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാമല്ലോ, ഇന്നും അവർക്കിടയിൽ തൗഹീദ് തീരുമാനമായിട്ടില്ല, തൗഹീദ് തീരുമാനമായിട്ടില്ല. എന്താണ് തൗഹീദ്? എന്താണ് പ്രാർത്ഥന? എന്താണ് ശിർക്കിന്റെ പരിധി? ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? മലക്കിനോട് ചോദിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇന്നും സജീവ ചർച്ചകളാണ്. ആർക്കിടയിൽ? മഹാന്മാരോട് സഹായം ചോദിക്കരുത്, മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല, അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല, മന്ത്രിച്ചൂടാൻ പാടില്ല, പിഞ്ഞാണമെഴുതാൻ പാടില്ല, അതൊക്കെ ശിർക്കിന്റെ മാർഗങ്ങളാണ്, ശിർക്കിന്റെ വഴികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തൗഹീദുമായി ലോകത്തുള്ള മുഴുവൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആളുകളെയും ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളായി ചിത്രീകരിച്ചുകൊണ്ട് കടന്നു വന്നവർ ഇത് തൗഹീദ് തീരുമാനമാവാതെ, ദുആയുടെ പരിധി എന്ത്, പ്രാർത്ഥന എന്നാൽ എന്ത്, ശിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള മാനദണ്ഡം എന്താണ്, ഇതൊന്നും തീരുമാനമാവാതെ തമ്മിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട്, കുഫർ ആരോപിച്ചുകൊണ്ട്, ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായിക്കൊണ്ട് തമ്മിൽ തല്ലുന്ന അതിദാരുണമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. അതാണല്ലോ ആദർശ വിശുദ്ധിയുടെ 90 വർഷം, ആദർശ വിശുദ്ധിയുടെ 90 വർഷം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പുതിയ ആശയം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ രാജ്യം, മഹാന്മാരായ സഹാബിമാരുടെ സാന്നിധ്യം നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും ഉണ്ടല്ലോ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനായ സഹാബി കോഴിക്കോട് ജില്ലയിലെ പാറപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. കാസർഗോഡും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും മഹാന്മാരായ സഹാബിമാരുടെ മക്ബറകളുണ്ട്. അവരുടെ കാലത്ത് നിന്ന് നിർമ്മിക്കപ്പെട്ട പള്ളികളുണ്ട്. മഹാന്മാരായ സഹാബിമാരുടെ സാന്നിധ്യം കൊണ്ടും ദഅവ കൊണ്ടും ദഅവത്ത് കൊണ്ടും പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ടും അനുഗ്രഹീതമാണല്ലോ നമ്മുടെ രാജ്യം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, കുഫർ എന്താണ്, ഈമാൻ എന്താണ്, ഇതൊക്കെ കൃത്യമായിക്കൊണ്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. താബിഈങ്ങളിലേക്ക് കൈമാറി, മഹാന്മാരാകുന്ന ഔലിയാക്കളിലേക്കും സൂഫികളിലേക്കും കൈമാറി. ഈ സൂഫികളാലും ഔലിയായിനാലും നേതൃത്വം നൽകപ്പെട്ട അനുഗ്രഹീത കേരളീയ മുസ്ലിങ്ങൾ, ഈ കേരളീയ മുസ്ലിമുകളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, കർമ്മങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് KM മൗലവിയും സംഘവും കടന്നു വന്നപ്പോ ഒരിക്കലും ഇത് ശിർക്കല്ല, ഇതാണ് ശരിയായ പാത എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന പണ്ഡിത ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഒന്നും തന്നെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ആദർശവിശുദ്ധി അത് നമ്മുടേത് മാത്രമാണ്. ഒരു മുസ്ലിം സംഘടനക്കും പറയാൻ സാധ്യമല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം കുറവാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്ക് സാധ്യമല്ല. രാഷ്ട്രീയ ശിർക്കുമായി കൊണ്ട് കടന്നു വന്ന ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശിർക്കാണെന്ന് ആരോപിച്ചുകൊണ്ട് കടന്നു വന്ന മുജാഹിദുകൾ, തബ്ലീഗ് ജമാഅത്ത്, അവരൊക്കെ ഏതൊരു ആശയത്തിന്റെ പേരിൽ കടന്നു വന്നോ ആ ആശയത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് ഘട്ടമായിക്കൊണ്ട് പലവട്ടം അവർക്കൊക്കെ മാറ്റി പറയേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ആദർശവിശുദ്ധി എന്നൊരു മുസ്ലിം പ്രസ്ഥാനത്തിന്, ഒരു സംഘടനയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് നമുക്ക് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ആലിമ്യങ്ങൾ, നമ്മുടെ മഹാന്മാരായ സാദാത്യങ്ങൾ, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് ഉസ്താദുമാർ രോഗികളാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തും ശിഫായ് കൊണ്ടും ദീർഘായുസ് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഫതാവ റംലിൽ കാറ, വളരെ വ്യക്തമായ ചോദ്യം. സുഇല അമ്മാ യഖഉ മിനൽ ആമ്മ من قولهم عند الشدائد يا شيخ فلان يا رسول الله ونحو ذلك من الاستغاثة بالأنبياء والمرسلين والأولياء والعلماء والصلحاء فهل ذلك جائز أم لا. വളരെ വ്യക്തമായ ചോദ്യം. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, സാധാരണ ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവർ ചോദിക്കാറുണ്ടല്ലോ, യാ ശൈഖ് ഫുലാൻ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട്, ഔസുല്ലാഹിനെ വിളിച്ചുകൊണ്ട്, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട്, റിഫായി ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട്, മമ്പ്രന്തങ്ങളെ വിളിച്ചുകൊണ്ട്, അതുപോലെയുള്ള മഹാന്മാരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കാറുണ്ടല്ലോ, ഇസ്തിഗാസ നടത്താറുണ്ടല്ലോ. ഇത് ജായിസാണോ അല്ലേ? ഫഹൽ ദാലിക ജായിസുൻ അം ലാ, ഇത് അനുവദനീയമാണോ അല്ലേ? മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. وهل للرسل والأولياء والصالحين والمشايخ إعاثة بعد موتهم. അംബിയായിനും മൗലിയായിനും മഹാന്മാർക്കും അവരുടെ മരണശേഷം സഹായിക്കാൻ സാധിക്കുമോ? മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താ? ഫഅജാബ بأن الاستغاثة بالأنبياء والمرسلين والأولياء والعلماء والصالحين جائزة. അംബിയായിനോടും ഔലിയായിനോടും സാലിഹീങ്ങളോടും ഇസ്തിഗാസ നടത്തൽ, സഹായം ചോദിക്കൽ, അത് ജായിസാകുന്നു, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് ശിർക്കല്ല, അത് മതവിരുദ്ധമല്ല. لأن الأنبياء وللرسل والأنبياء والأولياء والصالحين إغاثة بعد موتهم. ഇവർക്കൊക്കെ അവരുടെ മരണത്തിന് ശേഷവും സഹായിക്കാൻ സാധിക്കും. لأن معجزة الأنبياء وكرامة الأولياء لا تنقطع بموتهم. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ നിലപാട്. മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഈ മഹാന്മാരായ ആലിമീങ്ങൾ, ഈ മഹാന്മാരായ നേതാക്കൾ പഠിപ്പിക്കുന്ന സുന്ദരമായ ആശയം ഇതാണ്. ഒരിക്കലും അംബിയാഇന്റെ, ഔലിയാഇന്റെ ഇഗാസത്ത്, അവരുടെ കറാമത്ത്, അവരുടെ മോചത്ത്, അവരുടെ അമാനുഷിക ശക്തി അവരുടെ മരണത്തോടുകൂടി, വഫാത്തോടുകൂടി അവസാനിക്കുന്നില്ല. അവർക്ക് തീർച്ചയായും സഹായിക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, പല ആളുകളും സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ കടന്നു വന്നു. അവരുടെ ചില ബിസിനസ് താൽപര്യങ്ങൾക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിനാകെ കൂടി അട്ടിമറിച്ചു. ഏതൊരു സാധാരണക്കാരനും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന പച്ചയായ യാഥാർത്ഥ്യം, അള്ളാഹു ഒരിക്കലും അവന്റെ അടിമകളെ കൈയൊഴുകയില്ലല്ലോ.
വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. എവിടെയാണ് ഹക്കുള്ളത്, ആരാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവർ അവരുടെ ചില താൽപര്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പറഞ്ഞു അംബിയാഇന്റെ മോചത്ത് വഫാത്തോടുകൂടി മുറിഞ്ഞു പോകും, നിലനിൽക്കൂല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. സമസ്ത പഠിപ്പിക്കുന്നു, തീർച്ചയായും സഹായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഹഖിന്റെ മാർഗ്ഗത്തിൽ മുന്നേറാൻ നിലകൊള്ളാനും റബ്ബ് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.